മുതിർന്ന CPIM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. വൃക്ക ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നത് പ്രതീക്ഷയാണ് എന്നും തുടർച്ചയായ ഡയാലിസിസ് ആരംഭിച്ചു എന്നും MA ബേബി പറഞ്ഞു. എന്നാൽ മുമ്പ് പ്രത്യേക തരത്തിലുള്ള ഡയാലിസിസ് കണ്ടിന്യൂസ് റീനൽ റീജനറേഷൻ തെറാപ്പി CRR എന്ന് പറയുന്ന ഡയാലിസിസിന്റെ ഏറ്റവും തുടർച്ചയായിട്ടുള്ള ഡയാലിസിസ് സമ്പ്രദായം അത് ഇന്നും വീണ്ടും തുടരുന്നതാണ് അവരാലോചിക്കുന്ന കാര്യം. ഡോക്ടർമാർ വന്ന് എല്ലാ സ്ഥിതികളും വിലയിരുത്തിയിട്ടാണ് അവർ തീരുമാനമെടുക്കുക. അപ്പോൾ നമ്മൾ മുമ്പ് പലപ്പോഴും കണ്ടിട്ടുള്ളതുപോലെ വൈദ്യശാസ്ത്രത്തിന്റെ സഹായവും VSന്റെ നിശ്ചയദാർഢ്യവും VS വ്യായാമമൊക്കെ ചെയ്ത് ഉറപ്പിച്ച നല്ല ഒരു നമുക്കൊന്നും ഇല്ലാത്ത ആരോഗ്യമാണ് VSനുള്ളത്. അപ്പം അതൊക്കെ കൊണ്ട് അദ്ദേഹം ഈ ആരോഗ്യ പ്രതിസന്ധിയെ മറികടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. എന്നാൽ കുറച്ച് ക്രിട്ടിക്കലാണ് എന്നുള്ള അവസ്ഥ മാറിയിട്ടില്ല. മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട്. അത് ഒരു വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇത്രയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, തുടർച്ചയായി ഡയാലിസിസ് ആരംഭിച്ചു എന്ന് CPIMന്റെ ജനറൽ സെക്രട്ടറി തന്നെയാണ് പറയുന്നത്. അപ്പോഴും ഗുരുതരാവസ്ഥ ഇപ്പോഴും തുടരുന്നു. അതിൽ കാര്യമായ മാറ്റമൊന്നുമില്ല. പക്ഷേ എല്ലാ ശ്രമങ്ങളും നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് വിദഗ്ധ സംഘത്തിൻ്റേത്? അഭിലാഷ്, മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയാണ്. അല്പസമയത്ത് ഒരുപക്ഷെ മെഡിക്കൽ ബുള്ളറ്റിൻ MA ബേബി CPIMന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞതിന് അപ്പുറത്തേക്കുള്ള വിശദാംശങ്ങൾ ഒരുപക്ഷെ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഉണ്ടാകും. എന്താണ് VSന് ഇപ്പോൾ നൽകുന്ന ചികിത്സ, ഈ തുടർ ഡയാലിസിസ് എന്നൊരു രീതിയാണ് ഇപ്പോൾ പരീക്ഷിക്കുന്നത്. നേരത്തെ VSന് 72 മണിക്കൂർ തുടർ ഡയാലിസിസ് നൽകിയത്. അപ്പോൾ ഒരുവിധം ഈ വൃക്കയുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതാണ്. പക്ഷേ അത് നിർത്തിവച്ച ശേഷമാണ് വീണ്ടും അത് മോശമായത്. അതുകൊണ്ട് തന്നെ തുടർ ഡയാലിസിസ് അതും അത്ര എളുപ്പമുള്ള ഒരു പ്രക്രിയയല്ല. VSന്റെ പ്രായം കൂടി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഡയാലിസിസ് അല്പസമയം മുമ്പ് വരെ ആരംഭിച്ചില്ല. അതിനുള്ള ആരംഭിക്കുമെന്നാണ് MA പറഞ്ഞതെങ്കിലും അത് കുറച്ചു മുമ്പ് വരെ ആരംഭിച്ചിട്ടില്ല. അത് ആരംഭിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിനനുസരിച്ച് ശരീരത്തെ പാകപ്പെടുത്താനുള്ള ശ്രമങ്ങളും മറ്റും ഡോക്ടർമാർ നടത്തുന്നുണ്ട്. ഏതായാലും അതീവ ഗുരുതരമായി തന്നെ VSന്റെ ആരോഗ്യനില തുടരുകയാണ്. MA അതിന്റെ പൊരുളുള്ളത് VS അച്യുതാനന്ദൻ ആളായതുകൊണ്ട് അല്ലെങ്കിൽ ആ നേതാവായതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം പിടിച്ചു നിൽക്കുന്നത്. അത്ര ഗുരുതരമായ അവസ്ഥ അദ്ദേഹം കടന്നു പോകുന്നു. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ആരോഗ്യശീലങ്ങളെക്കുറിച്ചും വ്യായാമശീലങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആ ഒരു ശീലമുള്ള ഒരാളുടെ ശരീരമായതുകൊണ്ടാകാം ഈ 102-ാം വയസ്സിൽ ഈ രീതിയിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയധികം വൈറ്റൽസ് എല്ലാം മോശാവസ്ഥയിലുള്ളപ്പോഴും VS ഇങ്ങനെ മരുന്നുകളോട് പ്രതികരിക്കുന്നതിന് ഒരുപക്ഷെ ഡോക്ടർമാർക്ക് ഒരു അത്ഭുതമാണ്. അദ്ദേഹം അത്രയധികം ഒരു ആരോഗ്യപരമായി കൂടി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ രീതിയിൽ അദ്ദേഹം ജീവിതത്തോട് പൊരുതുകയാണ്. ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ VS പൊരുതുകയാണ്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ശ്രമങ്ങളും ആരോഗ്യവകുപ്പിന്റെയും ഈ ആശുപത്രിയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് തുടരുന്നുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജ് 7 ഡോക്ടർമാരുടെ വിദഗ്ധ സംഘമാണ് ഇന്നലെ അദ്ദേഹത്തെ പരിശോധിക്കുകയും അദ്ദേഹത്തിന്റെ ഈ ചികിത്സ തുറന്ന ചികിത്സ വിലയിരുത്തുകയും ചെയ്യുന്നത്. അവരുടെ നിർദ്ദേശത്തിലും മേൽനോട്ടത്തിലുമാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ മുന്നോട്ട് പോകുന്നത്. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനകം മെഡിക്കൽ ബോർഡ് ആരോഗ്യനില സംബന്ധിച്ച വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നേരത്തെ CPIM ജനറൽ സെക്രട്ടറി MA ബേബി VSനെ സന്ദർശിച്ചു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായ വ്യായാമങ്ങളും ജീവിത രീതിയുമൊക്കെ VS അച്യുതാനന്ദൻ എന്ന പോരാളിയെ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നു എന്നുള്ളതാണ് പ്രതികരണം. ഒപ്പം ആധുനിക വൈദ്യ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നത്.